മസാല ബോണ്ട് ഇടപാടിലെ ഫെമ നിയമലംഘനങ്ങളിൽ മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നതായി ഇ.ഡി. ഹൈക്കോടതിയിൽ കിഫ്ബിയുടെ രേഖാമൂലമുള്ള മറുപടിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. തോമസ് ഐസക്കിന്റെ മൊഴിയെടുത്തെങ്കിൽ മാത്രമേ മറ്റു ചിലർക്ക് സമൻസ് അയക്കാൻ കഴിയൂവെന്നും ഇ.ഡി. വ്യക്തമാക്കി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, മസാല ബോണ്ട് കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് ഹർജി. അതിലാണിപ്പോൾ ഇ.ഡി. ഈ കാര്യം, ഇത് വളരെ നിർണായകമാണ്, പ്രധാനപ്പെട്ടതാണ്. എന്തായാലും തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാതെ വയ്യ എന്ന് ഇ.ഡി. എന്തുകൊണ്ട് പറയുന്നു? വിശദാംശങ്ങൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി അഡ്വക്കേറ്റ് ജയശങ്കർ വി നായരാണ് ഇന്ന് ഈ എതിർ സത്യവാങ്മൂലം ഹൈക്കോടതി മുൻപാകെ സമർപ്പിക്കുകയുണ്ടായത്. ഇതിൽ പറയുന്ന കാര്യം, മസാല ബോണ്ട് ഇടപാടിലെ ഫെമ നിയമലംഘനത്തിൽ തോമസ് ഐസക്കിന് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കിഫ്ബിയുടെ രേഖാമൂലമുള്ള മറുപടിയിൽ നിന്നും ഇക്കാര്യം വ്യക്തമായിട്ടുണ്ടെന്നും ഈ അന്വേഷണ നടപടികളിൽ കോടതി സ്റ്റേ അനുവദിച്ചിട്ടില്ല എന്നതിനാലാണ് വീണ്ടും സമൻസ് നൽകിയതെന്നും ഇ.ഡി. വ്യക്തമാക്കിയിട്ടുണ്ട്. ഇ.ഡി. നടപടികളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന തോമസ് ഐസക്ക് മാധ്യമങ്ങളിലൂടെ ഇ.ഡിയെയും അതോടൊപ്പം തന്നെ കോടതിയെയും വെല്ലുവിളിക്കുകയാണെന്ന് പറയുന്നു. ഐസക്കിന്റെ മൊഴിയെടുത്തെങ്കിൽ മാത്രമേ മറ്റു ചിലർക്ക് കൂടി സമൻസ് നൽകി മൊഴിയെടുക്കാൻ കഴിയൂ എന്നുകൂടി ഇ.ഡി. പറഞ്ഞു വെക്കുന്നുണ്ട്. അന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ തോമസ് ഐസക്കിന്റെ മൊഴിയെടുക്കാതെ സാധിക്കില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. മസാല ബോണ്ട് ഇടപാട് സംബന്ധിച്ച് തീരുമാനമെടുത്ത പ്രധാന വ്യക്തി തോമസ് ഐസക്കാണെന്ന് പറയുന്നു ഇ.ഡി. കിഫ്ബി ഹാജരാക്കിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജനറൽ ബോഡി മിനിറ്റ്സുകളിൽ ഇക്കാര്യം വ്യക്തമാണെന്നും ഇ.ഡി. പറയുന്നു. അതായത് തോമസ് ഐസക്കിന്റെ ചോദ്യം ചെയ്യൽ നടക്കാതെ ഒരു കാരണവശാലും അന്വേഷണം മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ സമർപ്പിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ എതിർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.